ഒന്നുമല്ല ഗൈസ്, ജസ്റ്റ് കിഡിങ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഞാൻ ഹലോ ഫ്രണ്ട്സ് പറഞ്ഞില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണറിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഹോണർ 10 ലൈറ്റ് ആണ്. സോ കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഹോണർ 10 ലൈറ്റിൻ്റെ അൺബോക്സിങ് ഫോൺ കിട്ടിയ അവിടെ ചെയ്യുമെന്ന്. സോ ഫോൺ കിട്ടി, നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോകാം. ബാ. ഗായ്സ്, ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡിയോ സെറ്റപ്പ്. ഇഷ്ടപ്പെട്ടോ? സോ നമ്മുടെ ഹോണർ 10 ലൈറ്റ് ഇവിടെ ഇരിക്കുന്നു. നമ്മളിതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നു. ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബോക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 16,999 റുപ്പീസാണ്. അതായത് 16,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് പറയുന്നത്. പക്ഷേ 13,999 റുപ്പീസിനാണ്, അതായത് 13,999 രൂപയ്ക്കാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇത് കിട്ടിയത്. റിപ്പബ്ലിക് ഡേ സെയിലിനോട് അനുബന്ധിച്ച് കുറച്ച് ഓഫേഴ്സ് വന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്രയും പ്രൈസ് കുറഞ്ഞ് കിട്ടിയത്. 4GB 64GB വേർഷനാണ് ഞാൻ വാങ്ങിയത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടിയത്. ഇതിൻ്റെ ഒരു 6GB 64GB വേർഷനും കൂടി ഉണ്ട്. ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഗൈസ്. സോ ഇതിനെപ്പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് ക്യാമറ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 13+2 മെഗാ പിക്സൽ റിയർ ക്യാമറയാണ്, ഡെപ്ത് സെൻസർ കൂടിയുടെ, അതായത് പോർട്രേറ്റ് ബൊക്കെ മോഡുണ്ട്. ആൻഡ് ഫ്രണ്ട് ക്യാമറ 24 മെഗാ പിക്സലാണ്. ബാറ്ററി 3400 mAh ബാറ്ററിയാണ്. ആൻഡ് ഇതിൻ്റെ ജസ്റ്റ് IMEI കോഡ്സ് അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ അതൊക്കെയാണ് മെയിനായിട്ടും. ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ കാണാം. വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോണാണ്. നമ്മുടെ ഹോണർ 8Xൻ്റെ, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപേ ഇറങ്ങിയ ഹോണർ 8Xൻ്റെ പോലത്തെ തന്നെ ഒരു ഫോണാണിത്. അതിൻ്റെ അതേ ഡിസൈനാണ്. ഹോണർ 8Xൻ്റെ ഫോൺ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യണം, കുറച്ച് നാളെ ഇറങ്ങിയിട്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. സോ ഹോണർ 8Xൻ്റെ റിവ്യൂ ചെയ്യണോ നിങ്ങൾ പറയുക. സോ കമൻറ്റിൽ പറയുക, ഞാനത് ചെക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. സോ അൺബോക്സ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലേഡ് ഉണ്ട്. ജസ്റ്റ് കിഡിങ് ഗൈസ്, ഇത് നമ്മുടെ സാധാരണ ബ്ലേഡാണ്. സോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ബ്ലേഡ് മാറ്റി വെച്ചേക്കാം. സോ ഫോൺ തുറക്കുമ്പോൾ തന്നെ, അതായത് ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഇത് വരുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ ഫോണാണ് വരുന്നത്. ഇതാണ് ഫോൺ. ഞാൻ മേടിച്ച കളർ എന്ന് പറഞ്ഞത് മിഡ് നൈറ്റ് ബ്ലാക്ക് എഡിഷനാണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്, ബ്ലൂ കളറുണ്ട്, വേറെ 2-3 കളർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് റെഫർ ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ഫോൺ മാറ്റി വെക്കാം. ഇവിടെ ഇതിൻ്റെ IMEI കോഡ്സ് എക്സ്ട്രാ അത് നമുക്ക് ആവശ്യമില്ല. ആൻഡ് നമുക്കൊരു ബോക്സ് കിട്ടി, അതിൻ്റെ തന്നെ നോക്കാം. ആദ്യം തന്നെ വരുന്നത് ഒരു TPU കേസാണ്. ഞാൻ കഴിഞ്ഞ 2 അൺബോക്സിങ് വീഡിയോസിൽ, അതായത് നമ്മുടെ OnePlus 16ൻ്റെയും ആൻഡ് Realme 2 Proൻ്റെയും അൺബോക്സിങ് വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു TPU കേസ് കമ്പനീസ്, അതായത് ബ്രാൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എത്രത്തോളം ഉപകാരപ്പെടുമെന്ന്. കാരണം നമ്മുടെ ഫോൺ ഇനീഷ്യലായിട്ട് മേടിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. സോ നമുക്ക് പൈസ ഷോർട്ടേജ് ഉണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോണിലേക്ക് ഒരു കേസ് ഇട്ട് നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി TPU കേസ് വളരെ ഉപകാരപ്പെടുന്നതാണ്. സോ അത് വളരെ നല്ലൊരു മൂവ്മെൻ്റാണ്, അതായത് വളരെ നല്ലൊരു നീക്കമാണ് ഹോണറിൻ്റെ ഭാഗത്തു നിന്നും. എല്ലാ കമ്പനികളും ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അതാണ് TPU കേസ്. ആൻഡ് നെക്സ്റ്റ് ഇതിനകത്ത് എന്താണ് ഉള്ളത് നോക്കാം. സോ ആസ് യൂഷ്വൽ എല്ലാവരും തരുന്ന പോലെ കുറേ വാറണ്ടി കാർഡ് സ്റ്റഫ്സ് അത് നമുക്ക് വേണ്ട. ആൻഡ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സിം എജക്ടർ ടൂളാണുള്ളത്, അത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമ്മുടെ ബോക്സിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ചാർജറാണ്. സോ ചാർജറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് 5 volts at 2 ampere ആണ്. അതിനർത്ഥം ഇതൊരു ഫാസ്റ്റ് ചാർജർ അല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വർത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്മുടെ USB കേബിൾ, USB ടൈപ്പ് മൈക്രോ USB ടൈപ്പ് ആണ്, USB ടൈപ്പ് C അല്ല. സോ ദാറ്റ്സ് സോ ഡിസപ്പോയിൻറ്റിങ്. ഞാൻ USB ടൈപ്പ് C വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ ഫോൺസും ഇനി മുതൽ USB ടൈപ്പ് C ആകാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും USB ടൈപ്പ് Cയിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഐഫോൺ വരെ USB ടൈപ്പ് Cയിലേക്ക്, അതായത് ലൈറ്റിംഗ് ചാർജിങ്ങിൽ നിന്നും USB ടൈപ്പ് Cയിലേക്ക് മാറ്റുകയാണ്. സോ അതാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം. സോ അതിനനുസരിച്ച് അഡാപ്റ്റ് ആകുന്നതാണ് നല്ലത്. അതാണ് എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത്. ഈ ഫാസ്റ്റ് ചാർജിങ് അല്ല, USB ടൈപ്പ് സിമ്പിൾ മൈക്രോ USB ടൈപ്പ് ആണ്, USB ടൈപ്പ് C അല്ല. ആൻഡ് അതൊക്കെയാണ് മെയിൻ ഡിസപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഫോൺ. ഗായ്സ് നോക്കൂ, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോണാണ്.
ആൻഡ് മുൻപിലും പുറകിലും ഗ്ലാസ്സാണ്. നമുക്കൊന്ന് ജസ്റ്റ് ബൂട്ട് ചെയ്യാം. സോ നമ്മൾ ഐഫോൺ ബൂട്ട് ചെയ്യാണ്. സോ ഗായ്സ്, ഇതാണ് ഹോണർ 10 ലൈറ്റിൻ്റെ ഇനീഷ്യൽ ഓവർവ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും കൂടുതൽ ഫീച്ചേഴ്സും ക്യാമറ കമ്പാരിസണും ക്യാമറ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഹോണർ 10 ലൈറ്റിൻ്റെ ക്യാമറയെ പറ്റിയാണ് സംസാരിക്കുന്നത്. റിയർ സൈഡിൽ 2 ക്യാമറയാണ് ഹോണർ ഉപയോഗിച്ചിരിക്കുന്നത്. 13 മെഗാ പിക്സൽ f1.8 ഒരു സെൻസറും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും. ഇനി ഫ്രണ്ട് സൈഡിൽ 24 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പർച്ചറോട് വരുന്ന ഒരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ക്യാമറകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഹോണർ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ഹോണർ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 8 സിനേറിയ റിയൽ ടൈം ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതേസമയം റിയർ സൈഡിൽ ക്യാമറയിൽ 22 സിനേറിയോസ് വരെ റിയൽ ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്ലാന്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെയോ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമറ അത് ഏത് സബ്ജക്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റേതായ കൃത്യമായിട്ടുള്ള ലൈറ്റിങ്ങും കളറും കൊടുക്കുന്നു. മറ്റൊരു എടുത്തു പറയേണ്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ധാരാളം കസ്റ്റമൈസേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഹോണർ ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷൻ തന്നെയാണ് ഹോണർ ഈ വട്ടം ഈ ക്യാമറയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെടുത്ത കുറച്ച് സാമ്പിൾ ഷോട്ട്സ് ചെക്കൗട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ചിപ്സെറ്റിനെയും സ്റ്റോറേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കിറിൻ 710 SoC ആണ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ കോർട്ടെക്സ് A73യും ഇതിനോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നു. 4GB RAM, 6GB RAM എന്നീ വേരിയൻറ്റുകളിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 512GB എക്സ്പാൻഡബിൾ മെമ്മറി എന്നിവ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സാണ്. പക്ഷേ 512GB എക്സ്പാൻഡബിൾ മെമ്മറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊരു ഹൈബ്രിഡ് സ്ലോട്ടായിട്ടേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതായത് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡുമേ ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പ് നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, 19:5:9 വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 6.21 ഇഞ്ച് ഫുൾ HD റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേയും 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും ഇതിൽ നൽകിയിരിക്കുന്നു. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, TUV റെയിലാൻഡ് സർട്ടിഫൈഡ് ഐ കെയർ മോഡും ഇതിൽ നൽകിയിരിക്കുന്നു. അത് വളരെ നല്ലൊരു ഫീച്ചറായി എനിക്ക് തോന്നി. ഫ്രണ്ട്സ്, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു സാമ്പിൾ വീഡിയോ. ചെക്ക് ഔട്ട് ദ ക്വാളിറ്റി ഓഫ് ദ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ. തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റോഡ് വഴി 27 കിലോമീറ്റർ സഞ്ചരിച്ച് ഒടിവിളത്തട്ട് നടുവിൽ മണ്ഡലം വഴി പാലക്കൈൻതട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഹാർഡ്വെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ്വെയറും. ഹോണർ ഈ ഫോണിൽ ആൻഡ്രോയിഡ് വേർഷൻ 9 Pie ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു പുറമെ അവരുടെ കസ്റ്റം വേർഷനായ EMUI 9 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് ഫ്ലോ ആണ് ഈ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, 3400 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നോർമൽ യൂസേജിൽ ഒരു ടിപ്പിക്കൽ 1 ഡേയിലേക്ക് ഷുവറായിട്ടും ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് സ്പെസിഫിക്കേഷൻ പോലെയും ഇമ്പോർട്ടൻ്റ് ആണ് സെക്യൂരിറ്റി ഫെസിലിറ്റി. ഹോണർ ഇതിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് സ്ലീക്കി ആയിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് കറക്റ്റായി നമ്മുടെ കൈ എത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫേസ് അൺലോക്ക് സിസ്റ്റത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ,
അത്രത്തോളം ഫാസ്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമാണ് ആസ് ഇറ്റ് ടേക്സ് 1 to 2 seconds to unlock the phone. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബോട്ടം സൈഡിൽ സ്പീക്കർ ഗ്രിൽസ്, USB ചാർജിംഗ് പോർട്ട്, മൈക്ക്, 3.5mm ജാക്ക് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇതിന് ടോപ്പ് സൈഡിൽ സിം ട്രേ, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ഒരു ഇയർ പീസ് എന്നിവ നൽകിയിരിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ യാതൊരു കീസും ഫങ്ഷൻസും കൊടുത്തിട്ടില്ല. എന്നാൽ റൈറ്റ് ഹാൻഡ് സൈഡിലാകട്ടെ വോളിയം റോക്കേഴ്സ്, പവർ കീ എന്നിവ കൃത്യമായി പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ സൈൻ ഔട്ട് ചെയ്യാൻ വന്നതാണ്. പക്ഷേ സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. ഹോണർ 10 ലൈറ്റിൻ്റെ ക്യാമറ പവർഡ് ക്യാമറയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആ ക്യാമറയെ പറ്റി കുറേ ഡീറ്റെയിൽസും അതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു തരാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞു തരാൻ കഴിയില്ല മുഴുവൻ. സോ അതുകൊണ്ട് തന്നെ അത് മാത്രമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണണമെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ആൻഡ് സോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ദിസ് ഈസ് മീ ഡോണി ടോജോ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറ മച്ചാൻ Jerin and Honor 10 Lite. സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും ട്രൈ